നമസ്കാരം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതം ഈ കാര്യങ്ങളാൽ സമ്പന്നവും ഈ കാര്യങ്ങളാൽ പ്രയാസകരവുമായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം ഒരു നിമിഷം രേഖപ്പെടുത്തി ഏവരും വന്ദിക്കുക. ജീവിതം പല പ്രതിസന്ധികളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതായ പല പ്രതിസന്ധികളും തരണം ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കുവാൻ സാധിക്കാത്ത നിരവധിയാർന്ന അധ്യായങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നതായ കാര്യങ്ങളുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നാലും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണ്. ഏത് പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ മനോഭാവം. ഇനി എന്ത് എന്ന രീതിയിൽ നിൽക്കുന്നവരും നിങ്ങളുടെ ഒപ്പമുണ്ട്, അഥവാ നിങ്ങൾക്കിടയിലുണ്ട്. കാരണം പല പ്രതിസന്ധികളും നിങ്ങളെ ശക്തരാക്കി തീർത്തു എന്നതാണ് വാസ്തവം. വന്നാലും അത് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് ധൈര്യം തന്നു, അല്ലെങ്കിൽ ആ തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്നു. അത് ഈശ്വരാധീനത്താൽ സംഭവിക്കുന്നതായ കാര്യമാണ്. പ്രതിസന്ധികൾ ശക്തരാക്കി തീർക്കുകയും മുന്നോട്ട് നയിക്കുവാനുള്ള ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്തിട്ടുള്ളതുമാകുന്നു. സന്തോഷം നിങ്ങൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ അത്രമേൽ പ്രതീക്ഷ നൽകുവാൻ സാധിക്കുന്നതായ പല അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും വന്നു ചേർന്നിരിക്കുന്നതായ പല മുഹൂർത്തങ്ങളും അസുലഭമായ നിമിഷങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ചില സാഹചര്യങ്ങളിൽ സാധിച്ചിട്ടില്ല എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ഒരു വിഷമം തന്നെയാകുന്നു. ആ പ്രശ്നങ്ങൾ ഒരിക്കലും മറച്ച് വയ്ക്കുന്നവരല്ല നിങ്ങൾ. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നു എങ്കിൽ പോലും അത് തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴുമുണ്ട്. ജീവിതത്തിൽ പലവിധ വിഷമങ്ങൾ നേരിടുന്നവരാണ് എങ്കിലും ആ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം എന്ന ചിന്ത നിങ്ങളിലില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ടതില്ല എന്ന ചിന്ത തന്നെയാണ് നിങ്ങൾക്കുണ്ടാവുക. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുൻപിൽ പറയാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്നതായ പല വിധത്തിലുള്ള വിഷമങ്ങളുമുണ്ട്, പ്രയാസങ്ങളുമുണ്ട്. മറ്റുള്ളവരിൽ നിന്നും സഹതാപം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരിൽ നിന്നും സഹതാപം നിങ്ങൾ ആഗ്രഹിക്കാത്തതായ സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ മറ്റുള്ളവർക്കറിയാം എങ്കിലും ബഹുഭൂരിപക്ഷം കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരാകുന്നു. ഏതൊരു പ്രയാസവും നിങ്ങളിൽ ഒതുക്കി നിർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിലുള്ള ബഹുഭൂരിപക്ഷം വ്യക്തികളും. ചില വ്യക്തികൾ ഏതോ ഒരു വ്യക്തി മൂലം, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിയാലോ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാലോ ചില ഭയമോ ടെൻഷനോ നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതായ വ്യക്തികളാണ്. അത് സംഭവിച്ചു പോയ കാര്യത്തെക്കുറിച്ചുള്ള വിഷമമാകാം, അല്ലെങ്കിൽ സംഭവിക്കേണ്ട, ചെയ്യാൻ പോകുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലുണ്ട് എന്ന് കാണുന്നു. പലപ്പോഴും പല വ്യക്തികളെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് പോന്നിരുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അവരിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള വിഷമങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത വ്യക്തികൾ തന്നെയാകുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും അത്തരത്തിൽ ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ അത്രയും ആത്മാർത്ഥത മറ്റുള്ളവർ നിങ്ങളോട് പുലർത്തുന്നില്ല എന്നത്, പലരും പുലർത്തുന്നില്ല എന്നത് നിങ്ങൾക്ക് വിഷമങ്ങൾ സമ്മാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളാകുന്നു.
നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്ന വിഷമം നിങ്ങളിൽ അഗാധമായി തന്നെ ഉണ്ട്. വിശ്വാസത്തിന്റെ മുഖംമൂടി അണിഞ്ഞ പല വ്യക്തികളും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയാതിരിക്കുകയും എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത്രമേൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വിഷമങ്ങൾ, പീഡകൾ അനുഭവിച്ചു, അല്ലെങ്കിൽ വളരെയധികം വിഷമതകൾ അനുഭവിച്ച് മുന്നോട്ട് പോയിരുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും ആഘാതങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും നിങ്ങളെ വിശ്വസിച്ചതായ ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് പോലും സങ്കടം നൽകിയതായ കാര്യം മറ്റു ചില വ്യക്തികൾ നിങ്ങളെ തള്ളി പറഞ്ഞത് മൂലമുള്ള വിഷമം കൊണ്ടാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പോലും അത് സഹിക്കാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ പലർക്കും നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും എത്തരത്തിൽ പ്രതികരിക്കണം എന്നറിയാത്തതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് കൂടി അർത്ഥമാക്കാം. പല കാര്യങ്ങളിലും ഇപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല എന്നതാണ് വാസ്തവം. എങ്ങനെ പ്രവർത്തിക്കണം എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് കാണുന്നു. എന്നാൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തന മേഖല നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ, കർമ്മങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയം വന്നു ചേരും എന്ന് കാണുന്നതാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവത നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പല ഓർമ്മകളും നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ ഓർമ്മകളിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കുവാൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നതും വാസ്തവമാണ്. എപ്രകാരം പുറത്ത് കടക്കണം എന്നറിയാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ മനസ്സിൽ സൂക്ഷിക്കുന്നതായ ചില വിഷമകരമായ ഓർമ്മകൾ നിങ്ങൾക്കുണ്ട്. ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ വ്യക്തികളെ നിങ്ങൾ വിശ്വസിച്ചിരുന്നതാണ്. എന്നാൽ അവരിൽ നിന്നും നിങ്ങൾ നേരിട്ടിരിക്കുന്നതായ ആ പ്രയാസങ്ങളിൽ നിന്നും അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കും. അതായത് അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നു. അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. സമാധാനം, സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വന്നിരുന്നു എങ്കിൽ പോലും അത് നിലനിർത്തുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹമുള്ളതിനാൽ ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണ്. പണം വേണ്ടതുപോലെ വന്നു ചേരുന്നില്ല. ഇനി അഥവാ വന്നു ചേർന്നാലും കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യമുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടും എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ തൊഴിലിടത്തെ ചില വിഷമങ്ങൾ, പ്രയാസകരമായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ളതാകുന്നു. എന്നാൽ ചിലത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എന്നത് നിങ്ങൾ ഇപ്പോഴും ഓർത്ത് വിഷമിക്കുന്നതായ കാര്യമാണ്. പലപ്പോഴും ആ കാര്യങ്ങൾ ഓർക്കുകയോ പലരോടും പറയാറുള്ള കാര്യവുമാകുന്നു. എന്നാൽ അവസരം നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളെ അങ്ങനെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ വീണ്ടും പല അവസരങ്ങളും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലേക്കോ വന്നു ചേരും എന്ന് കാണുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ പോലും മറ്റുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തും വിധം പല അവസരങ്ങളിലും ആ പ്രതിസന്ധികളെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ വിചാരിക്കുന്നത്രയും വില അല്ലെങ്കിൽ ഒരു സ്വാധീനം മറ്റുള്ളവർ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലർക്കിടയിലും സ്വാധീനം ചെലുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന് കാണുന്നു. പലപ്പോഴും പലവിധ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾ കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. കഴിവില്ലാത്ത വ്യക്തികൾ, അല്ലെങ്കിൽ പണം നശിപ്പിക്കുന്നതായ വ്യക്തികൾ, അല്ലെങ്കിൽ
പല കാര്യങ്ങളുടെയും നാശങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് പോലും പലരും വിമർശിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ്. എന്നാൽ പലരും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അവരുടെ ചിന്തകൾ മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങളിൽ ചില പദ്ധതികൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും സഹായം ലഭിക്കാത്തതിനാൽ എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. എന്നാൽ ചില പിന്തുണ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് കാണുന്നു. ചില ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഏതരത്തിലുള്ള ചിന്തകളാണ് മാറ്റേണ്ടത്, അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ചില കാര്യങ്ങളിൽ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്തിട്ട് യാതൊരുവിധ പ്രാധാന്യമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു ഗുണവും നിങ്ങൾക്കില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് അവസരങ്ങൾ നൽകും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് കാണുന്നത്. അതിനാൽ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലരും ഉപേക്ഷിച്ചതായ ചില കാര്യങ്ങൾ അവരുടെ പിന്തുണയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചതായ കാര്യം മറ്റുള്ളവർ വളരെയധികം എതിർക്കുന്നതായ സാഹചര്യം, അത് ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം പൊതുവിൽ എല്ലാവരും കൈക്കൊള്ളുന്നതാണ്. അതുമൂലം ഉപേക്ഷിക്കേണ്ടതായ കാര്യം വീണ്ടും ചെയ്യുവാനുള്ള അവസരം, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതേക്കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ വളരെയധികം വിഷമം നിങ്ങൾക്കുണ്ട്. എന്നാൽ പുറമെ പലപ്പോഴും അത് കാണിക്കുവാൻ സാധിക്കുന്നില്ല എന്നതും വാസ്തവമാണ്. അത് മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്നു എന്നതാണ് വാസ്തവം. അത്തരം ചില പ്രയാസങ്ങളും നിങ്ങളുടെ മനസ്സിലുള്ളതിനാൽ തന്നെ പലപ്പോഴും ദുഃഖത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തതായ അവസ്ഥയുമുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളിലേക്ക് പല അവസരങ്ങളും ഈശ്വരനായി നൽകുന്നത്. അത്തരത്തിൽ ചില കാര്യങ്ങൾ പോസിറ്റീവ് ഊർജമായി നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും എന്നാണ് പറയുന്നത്. ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായ സാഹചര്യമുണ്ട്. എന്നാൽ മുൻപത്തെ പല തീരുമാനങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് വരും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാനും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങൾക്കായുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ പലപ്പോഴായി നടത്തുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായി ഭവിച്ച സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ തള്ളി പറയുന്നവരല്ല എങ്കിലും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കും വഴങ്ങി കൊടുക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. പ്രണയബന്ധങ്ങൾ പലപ്പോഴും തകർക്കുവാൻ പലരും ശ്രമിക്കുകയും പലരും അതിൽ വിജയിച്ചിട്ടുള്ളവരാണ് എന്ന് തന്നെ പരാമർശിക്കുന്നു. അത്തരത്തിൽ ചില ബന്ധങ്ങളിൽ വിടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴുള്ള ബന്ധമാണ് എങ്കിലും അത്തരത്തിൽ തകരരുത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുള്ളവരാകുന്നു. അത് നിങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. പല വ്യക്തികളെയും നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നില്ല. ചില അവസരങ്ങളിൽ നിത്യവൃത്തിക്കുള്ള ധനം പോലും ലഭിക്കാത്തതായ സാഹചര്യം അല്ലെങ്കിൽ അത്തരം ചില അവസ്ഥകൾ നിങ്ങൾക്കുണ്ട്. അത്തരം കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. വലിയ മാറ്റം തന്നെ വന്നു ചേരും എന്ന് കാണുന്നു. ഈ പരാമർശിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാരണം ഇനിയും ഇത്തരം അവസരങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് നിങ്ങൾ തരണം ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ ഇഷ്ടദേവത തന്നെ നൽകിയ സന്ദേശമായി തന്നെ നിങ്ങൾ ഇത് കാണണം. അത്തരത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം.
നിങ്ങൾ വളരെയധികം മാറിയിരിക്കുന്നു എന്നത് വാസ്തവമാണ്. മുൻപുണ്ടായിരുന്ന വ്യക്തികളുടെ അത്തരം ചില പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ നിങ്ങൾ തിരിച്ചറിയുകയും നിങ്ങൾ വളരെയധികം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഇനി അത്തരത്തിലൊരു ചതി നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്നും കാണുന്നു.